കണ്ടില്ലായിരുന്നോ? സന്തോഷമായി. ഇനിയിപ്പോൾ എന്താണ് വേണ്ടത്? അങ്ങനെ ഒടുവിൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച വാർത്ത, ഗബ്രി പുറത്തായിരിക്കുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു, പാട്ട്, കൂത്ത്, ഡാൻസ്, അവസാനം ടമാർ പടാർ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇവൻ ഉറപ്പായിട്ട് പുറത്താവുന്നത്. കാര്യം ഈ ഒരു ഷോയുടെ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ വോട്ടിംഗ് ആണ്. ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഷോയിൽ നിന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട് വോട്ടിംഗ് കള്ളത്തിലായിരിക്കും, ഒന്നുമല്ല. വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ഈ ഷോ പക്കയാണ്. ഇപ്പോഴും അവരവരുടെ ജെന്യൂനിറ്റി അവർ തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഗബ്രി പുറത്തായിട്ടുണ്ട്. എന്റെ ബലമായ ഒരു സംശയം, ജാസ്മിൻ അവിടെ പൊട്ടിക്കരഞ്ഞാണ്. ലാലേട്ടൻ്റെ അടുത്ത് ചിലപ്പം പറഞ്ഞാണ് ഒരു അവസരം കൂടെ കൊടുക്കാൻ. കാര്യം ജാസ്മിൻ അവിടെ കിടന്ന് ഇങ്ങനെ എന്തൊക്കെ കിടന്ന് ഡാൻസ് കളിക്കുകയും കരയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ പ്രൊമോയിൽ നമ്മൾ കണ്ടില്ലായിരുന്നോ? ഇപ്പൊ എന്തായാലും രാജേട്ടന്റെ വീഡിയോയ്ക്ക് കൺഫേം. കാര്യം രാജേട്ടൻ പറയുന്ന ന്യൂസ് പക്കയാണ്, പുള്ളിക്കാരന് ഇൻഫർമേഷൻസ് കിട്ടും. എന്തായാലും അങ്ങ് സമാധാനമായി കാണും ആൾക്കാർക്കല്ല. കാര്യം ആൾക്കാരെ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഒരാളാണ് ഈ ഗബ്രി ആയാലും ഈ പറയുന്ന ജാസ്മിൻ ആയാലും. ആൾക്കാർക്ക് ടി വിയുടെ മുന്നിൽ ഇരുന്ന് കാണാൻ പറ്റാത്തൊരു രീതിയിലോട്ട് ഈ ഷോ കൊണ്ടുവന്ന് എത്തിച്ച രണ്ട് വ്യക്തികളിൽ ഒരാളാണ് ഇപ്പം പുറത്താവുന്നത്, ഈ ഗബ്രി എന്ന് പറയുന്നവൻ. എന്തായാലും പുറത്തിറങ്ങിയിട്ട് മഹാൻ എന്തൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതെന്ന് കാണണം. എന്തായാലും രാജേട്ടന്റെ വീഡിയോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണാം. സന്തോഷ വാർത്ത. അങ്ങനെ ജബ്രി ജോഡികൾ വിട പറഞ്ഞിരിക്കുന്നു. സയാമി സിരട്ടകൾ വിട പറഞ്ഞിരിക്കുന്നു. ഗബ്രി പുറത്തായിരിക്കുന്നു. 100% കൺഫർമേഷൻ കൊടുത്തിട്ട് ഞാൻ പറയുന്നു, ഗബ്രി പുറത്തായിരിക്കുന്നു. ഞാൻ തൊട്ടു മുമ്പ് ഒരു 5 മിനിറ്റ് ആയുള്ള ഒരു വീഡിയോ ഇട്ടിട്ട് ഗബ്രി സീക്രട്ട് റൂമിൽ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഞാൻ ഇട്ടുന്നു. അതിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കൺഫർമേഷൻ സംഭവം ഞാൻ ഉടനെ ഇടുന്നതായിരിക്കുമെന്ന്. ആ വീഡിയോ ഇട്ട് 5 മിനിറ്റ് എനിക്ക് കിട്ടിയത് ഗബ്രി പുറത്തായി എന്നുള്ള ഒരു കൺഫർമേഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പുറത്ത് തന്നെയായിരിക്കും. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഒരു സീക്രട്ട് റൂം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കിട്ടിയ ന്യൂസ് ഇങ്ങനെയാണ്, ഗബ്രി പുറത്ത്. അതിനെ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ അഭ്യൂഹങ്ങൾ, ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാർ പുറത്താകും എന്നൊക്കെ ഒരുപാട് വാർത്തകൾ വന്നിട്ട്, അപ്പൊ ഈ പറയുന്ന വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ യൂട്യൂബ് പോളിൽ വന്നതെല്ലാം വളരെ കൃത്യമായിരുന്നു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയും ഈ പറയുന്ന വോട്ടിംഗ് വഴി തന്നെയാണ് ഒരു മത്സരാർത്ഥി പുറത്തു വിടുന്നത് എന്നുകൂടി അടിയറവിട്ട് പറയുന്ന ഒരു എവിക്ഷനാണ് ഇപ്പം നടന്നത്. കാര്യം യൂട്യൂബ് പോളുകൾ ഒരിക്കലും കഴിഞ്ഞ സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കള്ളത്തരമായിട്ടില്ല, എല്ലാം പക്കയായിട്ടുണ്ട്. ഒരു വിഷയത്തിലും എന്താണ് സംഭവിച്ചത്, ഇതുപോലെ സംഭവിച്ചു. എന്തായാലും ഗബ്രി മോൻ ആ വീട്ടിൽ നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി ജാസ്മിൻ എന്ത് ചെയ്യുമെന്നൊന്ന് കാണണം ഗൈസ്. ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോ എന്നും പറഞ്ഞിട്ട് അർമാദിക്കുന്ന കുറെ എണ്ണം ഉണ്ടായിരുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു. ഇനി ജാസ്മിൻ ഇനി ഒറ്റയ്ക്ക് ഇനി എന്തെല്ലാം ചെയ്യാൻ പറ്റും, നല്ലോണം ഗെയിം കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. അല്ലെങ്കിൽ ജാസ്മിൻ ഇനി മാനസികമായിട്ട് ഇനി ഗബ്രി പോയ വിഷമത്തിൽ തകർന്ന് വീഴുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഭയങ്കര സന്തോഷമായി കോപിയേട്ട എന്ന് പറയുന്ന കണക്ക് നിങ്ങളെല്ലാവരെയും ഈ സന്തോഷ വാർത്ത ഞാനും അറിയിക്കുകയാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് ഈ മുല്ലപ്പൂ ഫാൻസ് ഉണ്ടല്ലോ, ജാസ്മിൻ്റെ ഫാൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ.